വാഹനാപകടത്തെ തുടർന്ന് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് കഴിഞ്ഞ 2 വർഷമായി കോഴഞ്ചേരി മുത്തൂറ്റ് മെഡിക്കൽ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന മകന്റെ ജീവൻ നിലനിർത്താൻ പണമില്ലാതെ വിഷമിക്കുകയാണ് ഇലവന്തിട്ട അയത്തിൽ സുഗതാലയം വീട്ടിൽ എം സുഗതകുമാരി. ചികിത്സയ്ക്കായി 33 ലക്ഷത്തോളം രൂപയാണ് ഇതുവരെ ചെലവായത്. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാൻ ഇനിയും 15 ലക്ഷം രൂപ കൂടി വേണ്ടിവരും. മകന്റെ ജീവന് വേണ്ടി കരഞ്ഞും പ്രാർത്ഥിച്ചും ആശുപത്രിയിൽ തന്നെ കഴിയുകയാണ് ഈ അമ്മ. കോഴഞ്ചേരി മുത്തൂറ്റ് മെഡിക്കൽ സെന്ററിൽ 310 നമ്പർ റൂമിൽ ഈ അവസ്ഥയിൽ കിടക്കുന്ന ഈ ചെറുപ്പക്കാരൻ പുറത്തു പെയ്യുന്ന മഴയൊന്നും അറിയുന്നേയില്ല. ജീവനുണ്ട് എന്നതിന് തെളിവ് ഇടയ്ക്കിടെ ചിമ്മുന്ന കണ്ണുകളും ചെറുതായി അനങ്ങുന്ന കൈകളും മാത്രം. കഴിഞ്ഞ 2 വർഷമായി ഇലവന്തിട്ട അയത്തിൽ സുഗതാലയം വീട്ടിൽ വിജയ് ജഗദീഷ് എന്ന 29കാരൻ ആശുപത്രി കിടക്കയിലാണ്. 2016 ഒക്ടോബർ 4 ഇലവന്തിട്ടയിൽ വെച്ച് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് വിജയ് ജഗദീഷിനെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. നിരവധി തവണ തലയിൽ ശസ്ത്രക്രിയ വേണ്ടി വന്നു. ഇതുവരെ ചികിത്സയ്ക്കായി ചെലവായത് 33 ലക്ഷം രൂപ. ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ഇനിയും 15 ലക്ഷം രൂപ കൂടി വേണം. അമ്മ സുഗതകുമാരിക്ക് ഈ പണം കണ്ടെത്താൻ നിലവിൽ യാതൊരു മാർഗവുമില്ല. മകന്റെ ചികിത്സയ്ക്കായി ഇതിനോടകം ഉള്ളതെല്ലാം വിറ്റുപെറുക്കി. ഇലവന്തിട്ടയിലെ 12.25 സെന്റ് സ്ഥലവും വീടും ഏതു നിമിഷവും ജപ്തി ചെയ്യാവുന്ന അവസ്ഥയിലാണ്. പണം എങ്ങനെയെങ്കിലും കണ്ടെത്തി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താലും മകനെയും കൊണ്ട് എവിടെ പോയി അന്തിയുറങ്ങും എന്ന ആശങ്കയിൽ കൂടിയാണ് സുഗതകുമാരി. ഞാൻ ഈ മോനെ കൊണ്ട് ആശുപത്രിയിലായിട്ട് 2 വർഷമായി. ഒക്ടോബർ 3, 2016 കൊണ്ടുവന്നതാണ്. 4 സർജറി തലത്തിൽ കഴിഞ്ഞു. കോമാ സ്റ്റേജിലായിരുന്നു. ഇപ്പോൾ ഒത്തിരി വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ 3 മാസമായി അവന് കൂടുതലായിട്ട് എണീക്കാനും സംസാരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. സൗണ്ട് വന്നു. ഒരു ചെറിയ പരിപാടി അവന് ഫിസിയോതെറാപ്പിയാണ് ഡോക്ടർമാർ പറയുന്നത് ആവശ്യം. പിന്നെ കുറേ ഹ്യൂജ് എമൗണ്ട് അടയ്ക്കാനൊക്കെ അതിനിടയിലാണ് ഇന്നത്തെ രീതിയിൽ ഒരു ജപ്തിനകത്തുകളാണ് വരുന്നത്. ഹസ്ബൻഡ് അപകടത്തിൽ സൗകര്യം കിടന്ന് മരിച്ചു. അത് കഴിഞ്ഞ് 2 ഇൻസിഡൻറ്റ് വീട്ടിൻ്റെ കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഇപ്പം മോനെ ഡിസ്ചാർജ് ആക്കണം. കണ്ടിന്യൂ ട്രീറ്റ്മെൻറ്റ് വേണം. പല ജനങ്ങളുടെ സഹായത്തോടെ അത്രയല്ല മോനെ ആക്കിയിട്ടുണ്ട്. പഴയതുപോലെ എൻ്റെ മോനെ എനിക്ക് കിട്ടിയില്ലെങ്കിലും എനിക്കതിനെ രക്ഷപ്പെടുത്തണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപകടത്തിന് മുമ്പാണ് അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്. കുഞ്ഞിനെ കാണാൻ തുടങ്ങിയപ്പോഴാണ് ഒത്തിരി വ്യത്യാസം ഉണ്ടായി തുടങ്ങിയത്. മകന്റെ ജീവന് വേണ്ടി സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോയതിൽ ഒരു ദുഃഖവും ഈ അമ്മയ്ക്കില്ല. ഭർത്താവ് ജഗദീഷ് ദാമോദരൻ വിദേശത്ത് വെച്ച് വാഹനാപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞ് 1 വർഷം പൂർത്തിയാകും മുമ്പാണ് മകന് സംഭവിച്ച വാഹനാപകടത്തിലൂടെ വിധി ഈ കുടുംബത്തെ വീണ്ടും വേട്ടയാടിയത്. വിജയ് ജഗദീഷിന് അപകടം സംഭവിക്കുമ്പോൾ ഭാര്യ 4 മാസം ഗർഭിണിയായിരുന്നു. തനിക്ക് ഒരു പെൺകുട്ടി ജനിച്ചതും മകൾ പിച്ച വെച്ച് നടക്കുന്നതും ഒന്നും ഈ യുവാവ് അറിയുന്നില്ല. തൻ്റെ ജീവൻ്റെ ജീവനായ മകന് വേണ്ടി ഇനി പണയം വയ്ക്കാനും വിൽക്കാനും ഈ അമ്മയുടെ കയ്യിൽ ഒന്നുമില്ല. ഈ കുടുംബത്തെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവർ യൂണിയൻ ബാങ്ക് ഇലവന്തിട്ട ശാഖയിൽ സുഗതകുമാരിയുടെ പേരിലുള്ള 6848100020002071 എന്ന അക്കൗണ്ട് നമ്പറിൽ പണം നിക്ഷേപിക്കാവുന്നതാണ്. IFS കോഡ് UBIN 0568457. സുഗതകുമാരിയെ 8547789704 എന്ന ഫോൺ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. സംസ്കൃതി ന്യൂസ് പത്തനംതിട്ട.